നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വരവൂർ തളിയിൽ നിർമ്മാണ ആവശ്യത്തിനായി ഇറക്കിയിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തളി പാറപ്പുറം മണിമുക്കിൽ കുന്നത്തുള്ളി പീടികയിൽ 30 വയസ്സുള്ള അബ്ദുൾ റഹ്മാനെയാണ് SI യു മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ജൂൺ 20-ാം തീയതിയാണ് മോഷണം നടന്നത്. തളിയിൽ സ്വകാര്യ കമ്പനിയുടെ നിർമ്മാണത്തിനായി ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പു സാധനങ്ങളും നിർമ്മാണ സാമഗ്രികളുമാണ് മോഷ്ടിച്ചത്. ഗോഡൌണിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് അകത്തു കയറി മോഷ്ടിച്ചത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറയുന്നു. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ SI യു മഹേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അബ്ദുൾ റഹ്മാൻ പിടിയിലായത്. പ്രതി സാധനങ്ങൾ വിറ്റ ചാലിശ്ശേരിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പോലീസ് ഓഫീസർമാരായ ജസ്റ്റിൻ അജീബനക്കൽ, K സഗുൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സും നാഷണൽ പെർമിറ്റ് ലോറിയും കൂട്ടിയിടിച്ച അപകടം. ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു. രാവിലെ 8 മണിയോടെയാണ് അപകടം നടന്നത്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിന് സമീപത്താണ് അപകടം സംഭവിച്ചത്. ഷൊർണൂർ ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറിക്ക് മുന്നിലുള്ള വാഹനം ബ്രേക്ക് ചെയ്തതോടെ ടോറസ് ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് പിന്നിൽ എറണാകുളത്തു നിന്ന് വന്ന നാഷണൽ പെർമിറ്റ് ലോറി ഇടിക്കുകയായിരുന്നു. ഇതിനു പിറകിൽ തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ് വന്ന് ഇടിക്കുകയും ചെയ്തു. ഇടിയുടെ ആഘാതത്തെ തുടർന്ന് മുന്നിലിരുന്ന ബസ് യാത്രക്കാർക്ക് പരിക്കുപറ്റി. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ നേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബസിന്റെ മുൻഭാഗവും നാഷണൽ പെർമിറ്റ് ലോറിയുടെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. എറണാകുളത്ത് പിടിച്ച് കയറ്റി ഇങ്ങനെ മലപ്പുറത്തേക്ക് പോണ വഴിയായിരുന്നു. അപ്പോൾ ടാറ്റ ജംഗ്ഷനിൽ നിർത്തിയ ബസ് ആളിറക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് ഒരു 5-6 ടിപ്പർ വണ്ടി ഫ്രണ്ടിൽ വന്നു. അപ്പോൾ അവർ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി കയറുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് നിർത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കൊണ്ട് നിർത്തിയപ്പോൾ ടിപ്പറിൽ തൊട്ടടുത്ത് നിർത്തി. ബാക്കിൽ വന്ന ബസ് കുറച്ച് സ്പീഡിലാണ് തോന്നുന്നത്, അത് അടിച്ചു കയറി. അങ്ങനെ ലോറിൻ്റെ ബാക്കിൽ നമ്മൾ ജാമായി പോയി. ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പൊട്ടി. കുറച്ച് യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിനികളെ പ്രണയം നടിച്ച് വശീകരിച്ച ശേഷം പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ബസ് കണ്ടക്ടറെ തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കേ വാവനൂർ സ്വദേശി പുന്നത്തു വീട്ടിൽ ഷിഹാബാണ് പിടിയിലായത്. നിരവധി പോക്സോ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷിഹാബ്. വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത്. 2 സ്കൂൾ വിദ്യാർത്ഥിനികളെ ഇയാൾ പ്രണയം നടിച്ച് വശീകരിക്കുകയും പിന്നീട് സ്വകാര്യ ലോഡ്ജിൽ എത്തിച്ച ശേഷം പീഡനത്തിനിരയാക്കുകയുമായിരുന്നു. പെൺകുട്ടികൾ സ്കൂളിൽ എത്താതായതോടെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. ഇതിനിടെ പ്രതി ഷിഹാബ് തമിഴ്നാട്ടിലേക്ക് കടന്നുകളഞ്ഞു. പോലീസ് അന്വേഷണം ഊർജ്ജമാക്കിയതോടെ വീണ്ടും കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത്. നിലവിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ, കൊപ്പം പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലും പ്രതിക്കെതിരെ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന തൊഴിൽ പരിശീലന പദ്ധതി പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ പഠിതാക്കളുടെ പ്രവേശനോത്സവവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ബ്ലോക്ക് തലത്തിലാണ് കർഷക സഭ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് തല ക്രോഡീകരണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ തലമുറയ്ക്കെതിരേക്ക് ഇറങ്ങാതിരിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം അതിൽ കാണുന്നതാണ് നമ്മുടെ പാടത്ത് കടം മേടിച്ചൊക്കെ കൃഷി പൂർവികരൊക്കെ നടത്തുമ്പോൾ അത് അത്രത്തോളം വിജയിക്കുന്നില്ല എന്നവരൊക്കെ കാണുന്നതുകൊണ്ടാണ് അതിലേക്കൊന്നും അവർ ഇറങ്ങാത്തത്. അപ്പം അതിനൊക്കെ ഒരു പ്രതീതി ഉണ്ടാവണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇന്ന് നമുക്ക് മുന്നാകെ അവതരിപ്പിച്ചുകൊണ്ട് അതിനൊക്കെ ഒരു പ്രതീതി നമുക്ക് കണ്ടെത്തണം. എന്തായാലും ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷത വഹിച്ചു. മുറുതല കൃഷി ഓഫീസർ M ഹനീസ് വിഷയാവതരണം നടത്തി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK മുഹമ്മദ്, ഷെഫീന ഷുക്കൂർ, P പ്രസന്ന, K ബിന്ദു, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, മുറുതല പഞ്ചായത്ത് പ്രസിഡന്റ് K ആനന്ദവല്ലി, കുലിക്കലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് V രമണി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K വൃന്ദ, പട്ടാമ്പി കൃഷി ഓഫീസർ MS സൂര്യ, കൃഷിഭവൻ മുഖേന തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർ, പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കർഷകരെ സഹായിക്കാൻ പറ്റുന്ന ഏതവസരവും അതേത് ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക്, ജില്ല, ഏതായാലും സംസ്ഥാന സർക്കാർ അടക്കം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഇടപെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നു പോകുന്നത്. കാരണം നമുക്കറിയാം, കാലാവസ്ഥ വ്യതിയാനം പോലെ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നു. അതുപോലെ പല രീതിയിലുള്ള പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് കർഷകർ ഈ കൃഷി രംഗത്ത്
അതികഠിനമായ ചൂടായാലും തണുപ്പായാലും ഭക്ഷണം കിട്ടോ ഇല്ല എന്നൊന്നും നോക്കാതെ വെടിയുണ്ട ഏത് സമയത്ത് ചേരിപ്പാഞ്ഞു വരും എന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ നിൽക്കുക, അങ്ങനെ നമ്മുടെ സുഖമായ ഇവിടെ ഉറക്കവും ഭക്ഷണവും ഒക്കെയായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ അതിരുകയാണ്. അതിലേറെ വലിയ ത്യാഗമാണ് നമ്മുടെ കർഷകര് ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കൃഷി ഓഫീസുകളും അതോടൊപ്പം തന്നെ പാടശേഖര സമിതികളൊക്കെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ സമയത്ത് ബ്ലോക്ക് പഞ്ചായത്തിനോട് ഒരൊറ്റ നിർദ്ദേശം മാത്രമേ വയ്ക്കാനുള്ളൂ. ഞങ്ങളുടെ കർഷകർക്ക് ആനുപാതികമായ ഓരോ ഗ്രാമപഞ്ചായത്തും വയ്ക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള സബ്സിഡി തുക ബ്ലോക്ക് പഞ്ചായത്ത് കൂടി വെക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ കർഷക സഭയിൽ ആവശ്യപ്പെടാനുള്ളത്. വല്ലപ്പുഴയിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുറുവട്ടൂർ നാലുമൂല ഫാന്റാസ്റ്റിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം നടത്തിയത്. 2 പതിറ്റാണ്ടിലേറെ കാലമായി ഫാന്റാസ്റ്റിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധേയമായ പ്രവർത്തനം ലക്ഷ്യമാക്കിയാണ് ദയ ചാരിറ്റബിൾ ട്രസ്റ്റിനും രൂപം നൽകിയത്. പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് നിർവഹിച്ചു. ഫാന്റാസ്റ്റിക് ഒക്കെ ചെയ്യുന്നത് പോലെ കുറച്ചുകൂടെ നമുക്ക് ഇടയിലുള്ള സഹായങ്ങൾ ആവശ്യമുള്ള ആളുകൾ, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, കൂടുതൽ ശുശ്രൂഷ കിട്ടേണ്ട ആളുകൾ, ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ മതിയാവും, വീട്ടിൽ ആരോഗ്യപരമായ രോഗശൈലിയിൽ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളായിരിക്കും. അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ കുറച്ച് അല്പസമയം ചെലവഴിക്കാൻ, അവർക്ക് വേണ്ട ഉപകരണങ്ങൾ അത്രയും സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒക്കെയുള്ള മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിന് ഒരു നാടിനകത്തെ ക്ലബ്ബ് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു ചെറിയ കാര്യമായി കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഇവിടുത്തെ ഈ സദസ്സ് തന്നെ നോക്കിയാൽ കാണാം, നമുക്കൊരു UP തലത്തിലുള്ള കുട്ടികളെ കാണാം. അതോടൊപ്പം തന്നെ ഒരു ഹൈസ്കൂൾ +2 ആ റേഞ്ചിലുള്ള കുറച്ചുപേരെ കാണാം. കുറച്ച് ഡിഗ്രി ആ തരത്തിലുള്ള ഒരു പ്രായമുള്ള 18, 20 ആ ഒരു പ്രായത്തിലുള്ള കൗമാരക്കാരെ കാണാം. കുറച്ചുകൂടെ അങ്ങോട്ട് തിരിഞ്ഞ കുറച്ചുകൂടെ യുവാക്കളായിട്ടുള്ള ആളുകളെ കാണാം. മുതിർന്ന പൗരന്മാരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നു. അപ്പൊ ഈ നാട്ടിലെ എല്ലാ മേഖലകളിലുള്ള ആളുകളും, വിദ്യാർത്ഥികൾ മുതൽ ചെറിയ കുട്ടികൾ മുതൽ ഈ നാടിനകത്തെ പ്രത്യേക എല്ലാ വിഭാഗങ്ങളിലുമുള്ള എല്ലാ മേഖലകളിലും. ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം റിനിഷ ഉണ്ണി മുഖ്യാതിഥിയായി. MT നൌഷാദ് ബാബു, APM മുസഫ, വിനോദ്, മാനു മഞ്ഞൾങ്ങൽ, രാമദാസൻ P, അലി, CP മുഹമ്മദ് കുട്ടിഹാജി, നൌഫൽ വട്ടപ്പറമ്പിൽ, മുജീബ് ആലിക്കൽ, ഇബ്രാഹിം വാവന്നു, രാമകൃഷ്ണൻ, അഷറഫ് അലി, ഷെഫീഖ്, യൂനസ്, അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ICDSന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായവർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി 1ാം ഘട്ട വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പൊളിഞ്ഞാലിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PV രജീഷ്, സജിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, പഞ്ചായത്ത് സെക്രട്ടറി VA ഗീത, ICDS സൂപ്പർവൈസർ സൗമ്യ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. 7 വീൽ ചെയറുകൾ, എൽബോ ക്രച്ചസ്, ഹെയർ ബെഡ്, ബ്രെയിലി വാച്ച് എന്നിവയാണ് 1ാം ഘട്ടത്തിൽ വിതരണം നടത്തിയത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുമെന്നും ഭിന്നശേഷിക്കാരുടെ ജീവിത ഉന്നമനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ പറഞ്ഞു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00,
89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചിത്രരചനയിൽ മികവ് തെളിയിച്ച് ശ്രദ്ധേയാവുകയാണ് ജുബ്ന. ദേശമംഗലം പൊട്ടിക്കുണ്ടിൽ വീട്ടിൽ അഷറഫ് സാജിദ ദമ്പതികളുടെ മകളും ഹബീബ് വാഫി വരവൂരിന്റെ ഭാര്യയുമായ ജുബ്ന സുൽത്താനയാണ് ചിത്രരചനയിലെ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിക്കുന്നത്. SKSSF സംഘടിപ്പിച്ച സംസ്ഥാനതല എക്സിബിഷനിൽ ജുബ്ന വരച്ച് പ്രദർശിപ്പിച്ച 15 അടിയിൽ ഒറ്റക്കടലാസിൽ കൈവരയിൽ തീർത്ത ചിത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇബ്നു ഹൈതം മുതൽ മറിയം അസ്ട്രോലാബ് എന്നിവർ ഉൾപ്പെടെ മുസ്ലിം ലോകത്തെ നിരവധി ശാസ്ത്ര പ്രതിഭകളുടെ ചിത്രങ്ങളും അവരുടെ സംഭാവനകളെക്കുറിച്ചുള്ള വിവരണങ്ങളുമായിരുന്നു ചിത്രത്തിൽ. കൂടാതെ അറബിക് കാലിഗ്രാഫിയും ഒരുക്കിയിട്ടുണ്ട്. ചെറുപ്പം മുതൽ പെൻസിൽ ഉപയോഗിച്ച് മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ജുബ്ന അടുത്തിടെയാണ് ഡിജിറ്റൽ ചിത്രങ്ങളിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത്. കൂട്ടുകാരുടെയും സഹപാഠികളുടെയും വിവാഹങ്ങളിൽ അവരുടെ തന്നെ ചിത്രങ്ങൾ കടലാസിൽ വരച്ച് സമ്മാനിക്കുന്നത് പതിവാണ്. ദേശമംഗലം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മോള് 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അവിടെ 9ൽ പഠിക്കുന്ന സമയത്താണ് ജില്ലാതലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഈ പെൻസിൽ ഡ്രോയിങ് അതുപോലെ വാട്ടർ കളർ വിഭാഗത്തിലൊക്കെ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വിവിധ സന്നദ്ധ സംഘടനകൾ ഒക്കെ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ നടത്തിയ മത്സരങ്ങളിലൊക്കെ വിവിധ ഉപഹാരങ്ങൾ വിവിധ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ട്. കൂടാതെ മോള് പഠിച്ചത് വെള്ളർക്കാട് ഖദീജ ബിന്ദു ബുഹാരി കോളേജിലാണ്. അവിടെ നിന്ന് പഠിക്കുന്ന കാലത്ത് കോളേജിൽ തലത്തിലുള്ള മത്സരങ്ങളിൽ അത് ചിത്രരചനയിൽ മാത്രമല്ല മറ്റ് കലകളിലും കായികത്തിലുമൊക്കെ ഒട്ടനവധി പുരസ്കാരങ്ങൾ മോള് വാങ്ങിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരുടെയും പ്രോത്സാഹനം ഒന്നുമില്ലാതെയാണ് ജുബ്ന സുൽത്താന ഈ കഴിവുകളൊക്കെ നേടിയത്. ഇപ്പോൾ ഒത്തിരി ആളുകളുടെ ഫോട്ടോകൾ നേതാക്കന്മാരുടെ ആയിക്കോട്ടെ പാണക്കാട് തങ്ങന്മാരുടെ ഉൾപ്പെടെയുള്ള കുറേ ചിത്രങ്ങൾ മോള് പെൻസിൽ ഡ്രോയിങ്ങിലൂടെ വരച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് മോള് ഡിജിറ്റൽ വരയിലേക്ക് കടന്നത്. അതിനുശേഷം ഒരുപാട് ഈ പറഞ്ഞതുപോലെ പ്രാദേശിക തലത്തിലും അതുപോലെ മോളുടെ കൂട്ടുകാരികൾ ക്ലാസ്മേറ്റുകളുടെയൊക്കെ ഫോട്ടോകളൊക്കെ. സ്കൂൾ പഠനകാലത്ത് പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ മത്സരങ്ങളിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. കോളേജ് തല മത്സരങ്ങളിലും പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ജുബ്നയെ തേടിയെത്തിയിട്ടുണ്ട്. SKSSF പെൻഗിൻ സംസ്ഥാനതല ഫാക്കൽറ്റി ട്രെയിനർ കൂടിയായ ഈ 21-കാരി വെള്ളർക്കാട് ഖദീജ ബിന്ത് ബുഹാരി SNEC കോളേജിൽ നിന്നും സനാഇയ ബിരുദം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ വെച്ച് നടന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊതുയോഗത്തിൽ വെച്ച് ജുബ്ന സുൽത്താന വരച്ച ചിത്രങ്ങൾ പിതാവ് അഷറഫ് വ്യാപാരി നേതാക്കൾക്ക് സമ്മാനിച്ചിരുന്നു. CCTV ന്യൂസ് തളി. പട്ടാമ്പി നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ ജൈവവളം വിപണിയിലേക്ക്. നിള ജൈവവളം എന്ന പേരിലാണ് ഇത് വിപണിയിലെത്തുന്നത്. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ് നിള ജൈവവളം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുമുള്ള പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളിൽ നിന്നുമാണ് ജൈവവളം നിർമ്മിച്ചിട്ടുള്ളത്. 5 പാക്കിന്റെയും 10 പാക്കിന്റെയും പാക്കുകളിലാക്കിയാണ് ജൈവവളം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഔപചാരികമായ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. സ്വന്തമായി ഒരു ഉൽപ്പന്നം വിപണിയിലേക്ക് ഇറക്കുകയാണ്. ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിക്കുന്ന വേസ്റ്റിൽ നിന്ന് ജൈവവളമായി നമ്മളത് വിപണിയിൽ ഇറക്കുകയാണ്. എല്ലാ ക്വാളിറ്റി ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഈ വളം നിള എന്ന പേരിൽ വിപണിയിലേക്ക് ഇറക്കുന്നത്. 5 കിലോൻ്റെ പാക്കറ്റും 10 കിലോൻ്റെ പാക്കറ്റുകളുമായി കിലോയ്ക്ക് 15 രൂപ നിരക്കിലാണ് നമ്മളിത് വിതരണം നടത്തുന്നത്. ഇത് കൂടുതൽ വിപണനത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ നമ്മൾ ഈ ഭരണസമിതി നിലവിൽ വരുമ്പോൾ അവരുടെ ശമ്പളം പോലും ലഭിക്കാതിരുന്ന ഒരു
കാലഘട്ടമായിരുന്നുണ്ടായിരുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി അവർക്ക് കൃത്യമായി എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ അവർക്ക് അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നുണ്ട്. അത് കൃത്യമായി അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്മാർ അത് വേണ്ട രീതിയിൽ അതിനെ ചിട്ടയോടുകൂടി അവരത് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അവർക്ക് ശമ്പളം ലഭിക്കുന്നത്. നമുക്കറിയാം നഗരസഭ ഈ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി ഓടുന്ന വാഹനങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെ ഇന്ധന ചെലവടക്കം നഗരസഭ ഓൺ ഫണ്ട് നിന്നാണ് പോകുന്നത്. അതും കൂടെ അവരുടെ മുൻകാലങ്ങളിൽ അതെല്ലാം അവരുടെ ഹരിതകർമ്മസേനയുടെ ഫണ്ടിൽ നിന്നാണ് പോയിരുന്നത്. അപ്പോൾ അവരെ ഒരു പരിധി വരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ആ ചെലവും കൂടി കുറച്ച് അതും കൂടെ അവരുടെ ശമ്പളമാക്കി മാറ്റിക്കൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത്. വൈസ് ചെയർമാൻ ടി.പി. ഷാജി അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ.ടി. റുക്കിയ, മറ്റു കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കുരുമുളക് തൈകളുടെ വിതരണ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഓഫീസ് പരിസരത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ കുരുമുളക് വള്ളികളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങളായ പി.വി. രജീഷ്, റംല വീരാൻകുട്ടി, ഷഹന അലി, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ CM സുരേഷ്, കൃഷി അസിസ്റ്റന്റുമാരായ പി. ലിംലി, ആർ. രേഷ്മ, ടി.K. നബീസ, AV. അമ്മിണി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. SHM പദ്ധതി പ്രകാരം 2200 കുരുമുളക് തൈകളാണ് കൃഷിഭവനിൽ വിതരണത്തിനായി എത്തിയിട്ടുള്ളത്. 25 സെന്റിൽ കുറയാതെ സ്ഥലമുള്ള കർഷകർക്ക് 50 കുരുമുളക് വള്ളികൾ വീതമാണ് നൽകുന്നത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് സിൻസില JLG ഗ്രൂപ്പ് ചെണ്ടുമല്ലി കൃഷിനടിൽ ഉദ്ഘാടനം നടത്തി. CDS ചെയർപേഴ്സൺ ബുഷറ ബഷീർ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ 14-ാം വാർഡ് മെമ്പർ CP. രാജൻ, 2-ാം വാർഡ് മെമ്പർ മോനിഷ, അസിസ്റ്റന്റ് സെക്രട്ടറി സഫിയ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സരിത, CDS മെമ്പർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർ ഗ്രീഷ്മ, സിൻസില അസിസ്റ്റന്റ് RRP JLG അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, MGNRG ഹർഷദ്, ഓവർസിയർ പ്രജീഷ് എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. UP വിഭാഗം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷ്യമേള നടത്തിയത്. പെരുമുടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം തരം കുട്ടികളുടെ നേതൃത്വത്തിലായിരുന്നു പാഠഭാഗത്തിന്റെ ഭാഗമായി ഭക്ഷ്യമേള ഒരുക്കിയത്. കുട്ടികൾ വിവിധ ഇനം നാടൻ ഭക്ഷണ വിഭവങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. നാടൻ ഭക്ഷണ വിഭവങ്ങൾക്കൊപ്പം ഇന്ന് പ്രചാരത്തിലധികം കാണാത്ത ഭക്ഷണ സാധനങ്ങളും കുട്ടികൾ പ്രദർശനത്തിന് വെച്ചിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ നസീർ ഹുസൈൻ ഭക്ഷ്യമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്രയധികം കുട്ടികൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടത് ഇന്നലെ തന്നെ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തി വളരെ കൃത്യമായി കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ സഹായവും അവരുടെ ഉപദേശവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ അതും വളരെ വ്യത്യസ്തമായ ഭക്ഷണ സാധനങ്ങൾ നമ്മളൊന്നും ചിലത് ഞാൻ പോലും കണ്ടിട്ടില്ല. കഴിക്കാത്ത പല ഭക്ഷണ സാധനങ്ങളും അവൾ വളരെ മനോഹരമായിട്ടാണ് വളരെ വൃത്തിയോടുകൂടി വളരെ നല്ല രീതിയിൽ നല്ല സ്വാദിഷ്ടമായി തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തയ്യാറാക്കി കൊണ്ടുവന്ന എല്ലാ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളെയും ആദ്യമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭക്ഷണ സംസ്കാരമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പണ്ടേ കാലത്ത് കഴിച്ചിരുന്ന പല ഭക്ഷണ സാധനങ്ങളും എന്താണ് ഭക്ഷണം, ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അത്തരം ഭക്ഷണ സാധനങ്ങളുമായിട്ട് യാതൊരു പരിചയവും. അധ്യാപകൻ തടം പരമേശ്വരൻ ആമുഖ പ്രഭാഷണം നടത്തി. M. സഫിയ, P. ശ്രുതി എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾ വൈവിധ്യങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്.
സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറുടെ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അംഗീകൃത നഴ്സിംഗ് സ്കൂളിൽ നിന്നുള്ള NGM ബിരുദവും കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിന്റെ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. 40 വയസ്സിനു താഴെ പ്രായമുള്ളവർക്ക് മുൻഗണന. അംഗീകൃത സ്ഥാപനത്തിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് വയസ്സിളവും ലഭിക്കും. വേതനം 15,000 രൂപ. ബയോഡാറ്റ, ഫോട്ടോ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സഹിതം ജൂലൈ 8 വരെ അപേക്ഷകൾ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിൽ നൽകാം. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.